വളരെ പരിമിതമായ മിനിറ്റുകൾക്കുള്ളിൽ 8-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം ചിന്തിച്ച് നമുക്കിന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ഇരിക്കണമേ. 8-ാം അധ്യായം ഒരു നീണ്ട അധ്യായമാണെങ്കിലും മുഴുവനായിട്ടൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ആരെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കും. ദാനിയേൽ എന്ന എനിക്ക് ആദിയിൽ ഉണ്ടായതിന്റെ ശേഷം ബേൽശസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി. ഞാൻ ഒരു ദർശനം കണ്ടു. 7-ാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ഞാൻ തല പൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാകുന്നവനും ആരുമില്ല. അത് ഇഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടിപ്പോന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടിൻകൊറ്റന്റെ നേരെ ഉഗ്ര ക്രോധത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ചു, അതിനെ ഇടിച്ചു. അതിന്റെ കൊമ്പ് രണ്ടും തകർത്ത് കഴിഞ്ഞു. അതിന്റെ മുമ്പിൽ നിൽക്കാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെയിരുന്നു. അത് അതിനെ നിലത്തിട്ട് തള്ളിവിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായിത്തീർന്നു. എന്നാൽ അത് ബലപ്പെട്ട് വലിയ കൊമ്പ് തകർന്നുപോയി. അതിന് പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായിത്തീർന്നു. അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായിത്തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെ തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം പിടിച്ചു കളയുകയും ചെയ്തു. അതിക്രമം ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയുന്നതിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കും എന്ന് ചോദിച്ചു. അതിന് അവനോട് 2300 സന്ധിയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷ രൂപം എന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഗബ്രിയേലെ, ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കാം എന്ന് ഊലായ തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഗ്രഹിച്ചു കൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തേക്ക് സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസി രാജാക്കന്മാരെ കുറിക്കുന്നു. പരിവരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവും ആകുന്നു. അത് തകർന്ന ശേഷം അതിന് പകരം 4 കൊമ്പ് മുളച്ചതോ 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. അതിന്റെ ശക്തിയോടെ അല്ലതാനും. എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കും. കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കും. പലരെയും വിശുദ്ധ ജനത്തെ നശിപ്പിക്കുകയും ചെയ്യും. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. സന്ധ്യകളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ
അതിനെ അടച്ചു വെക്കുക. എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ബോധം കെട്ട് കുറെ ദിവസം ദീനമായി കിടന്നു. അതിന്റെ ശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിന്റെ പ്രവൃത്തി നോക്കി. ഞാൻ ദർശനത്തെ കുറിച്ച് വിസ്മയിച്ചു, ആർക്കും അത് മനസ്സിലായില്ല. ഈ മധ്യാഹ്നവേളയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അവന്റെ കുഞ്ഞുങ്ങളെല്ലാവരും ആഗ്രഹത്തോടെ വചനത്തിന് മുമ്പാക്കി പരിശുദ്ധാത്മാവ് തന്നെ രാവിലെ ഇതിന്റെ പൊരുൾ തിരിച്ചു പരിശുദ്ധാത്മാവിലല്ലാതെ ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ അനുവദിക്കരുതേ എന്ന് സ്വർഗത്തിലെത്തിക്കണി കൊണ്ടടിയിലെ നാവിനെ പരിശുദ്ധാത്മാവെ രാവിലെ ശുശ്രൂഷ ഏറ്റെടുത്തതിനായി അങ്ങിവിടെ മധ്യത്തിൽ നല്ല അധ്യാപകനായി പാതപ്പെടുത്തിയിരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധന്യത. നിത്യതയിൽ എന്തെങ്കിലും പ്രയോജനം കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ കാൽക്കലിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന് കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ഉള്ള യേശു സിംഹം ഒന്നിച്ച് ചോദിക്കുന്നു. തോന്നി കേൾക്കണം. നമ്മൾ ആ 8-ാം അധ്യായം ചിന്തിക്കുമ്പോൾ ഞാൻ ചില പോയിന്റ്സ് ആയിട്ട് അങ്ങ് എഴുതിയതാണ്. അപ്പം നോട്ട്സ് എഴുതുന്നവർക്ക് സഹായകരമായിരിക്കും. ഒന്നാമതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചിരുന്നു, 2-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയുള്ള ഈ ദാനിയേലിന്റെ പുസ്തകം കൽദയ ഭാഷയിലാണ് എഴുതിയിരുന്നത്. 7-ാം അധ്യായം വരെ, 2-ാം അധ്യായം മുതൽ 7-ാം അധ്യായം. എന്നാൽ ഈ 8-ാം അധ്യായം തുടങ്ങുന്നത് വീണ്ടും എബ്രായ ഭാഷയിലാണ്. പഴയ നിയമം മുഴുവനായി എബ്രായ ഭാഷയിലാണല്ലോ എഴുതിയിരുന്നത്. അതുകൊണ്ട് എബ്രായ ഭാഷയിലാണ് 8-ാം അധ്യായം എഴുതിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ കൽദയ ഭാഷയിലും എബ്രായ ഭാഷയിലും മാറി മാറി ഈ പുസ്തകം എഴുതുവാൻ കാരണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. കൽദയ ഭാഷയിൽ എഴുതുവാൻ കാരണം അത് ജാതീയ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസറിനെ കുറിച്ചും അഥവാ യഹൂദനോട് ബന്ധപ്പെടാത്ത വിഷയങ്ങൾ വരുന്നത് കൊണ്ടാണ് കൽദയ ഭാഷയിൽ അല്ലെങ്കിൽ ജാതികൾക്ക് മനസ്സിലാകും ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് അത്യുന്നതനായ ദൈവം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് കൽദയ ഭാഷയിൽ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ ദൈവം എഴുതി. എന്നാൽ ഈ 8-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ 8-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളെല്ലാം തന്നെ എബ്രായ ഭാഷയിൽ എഴുതുവാൻ കാരണം അത് യഹൂദനോട് മാത്രം ബന്ധപ്പെട്ട വിഷയങ്ങൾ, യഹൂദനോട് ദൈവം സംസാരിക്കുന്ന. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ചിന്തയെ തട്ടുണർത്താൻ വേണ്ടി ഒരു കാര്യം ഓർക്കേണ്ടത്, ദൈവം അവരവർക്ക് മനസ്സിലാകുന്ന നിലയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തും. അങ്ങനെയുള്ള ഒരു ദൈവത്തിനാണ് നമ്മൾ സേവിക്കുന്നത്. നമുക്കതിന് പല ഉദാഹരണങ്ങൾ തിരുവനന്തപുരത്തിൽ കാണാൻ കഴിയും. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടായിരിക്കും, ഈ കർത്താവിന്റെ ജനനം നടന്ന സമയം, കർത്താവിന്റെ ജനന സമയത്ത് ഈ ആകാശത്തിൽ ഒരു നക്ഷത്രം കണ്ടപ്പോൾ വിദ്വാൻമാർക്ക് മനസ്സിലായി ആകാശത്തിൽ ഒരു പുതിയ നക്ഷത്രം ഉദിച്ചു വന്നിരിക്കും. വാന നിരീക്ഷകരായ ആളുകളായതുകൊണ്ട്, വർഷങ്ങളായിട്ട് അവർ ഇതിനകത്ത് പരിചയമുള്ളവരായതുകൊണ്ട് ആകാശത്തിൽ ഒരു നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ഒരു പ്രത്യേക കാര്യവും, ഒരു ജനനം നടന്നിരിക്കുന്നു. അത് മശിഹായുടെ ജനനമാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്നാൽ അതേ ആകാശത്ത് തന്നെയല്ലയോ ആകാശത്തിലോട്ട് നോക്കിയാൽ ഇത് കാണാൻ കഴിയും. എന്നാൽ ആട്ടിടയന്മാർ അവര് മലഞ്ചെരുവിൽ കിടക്കുമ്പോൾ ആട്ടിടയന്മാർ ആകാശത്തിലോട്ട് നോക്കിയാൽ ഈ നക്ഷത്രം കാണാം. പക്ഷെ അവർക്കൊന്നും മനസ്സിലാകത്തില്ല, ഒന്നും പിടികിട്ടും. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? ദൈവം ചെയ്തത് അങ്ങനെയുള്ള ആട്ടിടയന്മാരോട് ദൈവം ആ രണ്ട് ദൂതന്മാരെ വിളിച്ച് പറഞ്ഞയച്ച് അറിയിച്ചു. അതാണ് ദൈവത്തിന്റെ പരിപാടി. അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഇനി ഒരു 1000 വർഷം ആകാശത്തിൽ ആ നക്ഷത്രം നിന്നാലും ആട്ടിടയന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ആട്ടിടയന്മാരുടെ പ്രാപ്തിക്കൊത്തവണ്ണം ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. നിങ്ങൾക്കായി ബേത്ലഹേമിൽ ഒരു ശിശു ജനിച്ചിരിക്കും. അപ്പോൾ നമ്മളെ തിരുവനന്തപുരത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇതാ ഈ
ദൈവത്തിന്റെ ജനത്തിന് മനസ്സിലാകത്തക്ക നിലയിൽ 8-ാം അധ്യായം മുതൽ എബ്രായ ഭാഷയിൽ എഴുതി. അപ്പോൾ ഒന്നാമതായിട്ട് അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 12-ാം അധ്യായം വരെ അതാണ് നമ്മൾ കാണുന്നത്. രണ്ടാമതായിട്ട് സഭയെ കുറിച്ച് ഒരു പരാമർശവും നമ്മൾ ഈ 8-ാം അധ്യായത്തിൽ കാണുന്നില്ല. ദൈവസഭയെ കുറിച്ച് യാതൊരു പരാമർശവും 8-ാം അധ്യായത്തിൽ. പഴയ നിയമത്തിൽ നമ്മൾക്കറിയാം, ദൈവത്തിന്റെ ഹൃദയത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന ഒരു മർമ്മമായിരുന്നു ദൈവസഭ. നിഴൽ നമ്മൾ പലതും കാണുന്നെങ്കിലും ആർക്കും അത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. അബ്രഹാമിനോട് ദൈവം ഇക്കാര്യം പറഞ്ഞില്ല. ദൈവം നോഹയോടോ അല്ലെങ്കിൽ യോബിനോടോ ദാവീദിനോടോ ഒന്നും ഈ കാര്യം വെളിപ്പെടുത്തിയില്ല. പഴയ നിയമത്തിൽ മറഞ്ഞുകിടന്ന, അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന ഒരു മർമ്മമായിരുന്നു ദൈവസഭ. എന്നാൽ അന്ത്യകാലത്തിലാണ് ദൈവ ലോകത്തിന്. മൂന്നാമതായിട്ട് ഈ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത, ഈ അധ്യായത്തിൽ പ്രധാനമായും 2 സാമ്രാജ്യങ്ങളെ കുറിച്ച് മാത്രമേ പ്രതിപാദിക്കുന്നു. 2 സാമ്രാജ്യങ്ങളെ കുറിച്ച്. നാലാമതായിട്ട് നമ്മൾ അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും, 7-ാം സംസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നു. 7-ാം സംസ്ഥാനം. എന്താണ് 7-ാം സംസ്ഥാനം? നമ്മൾ ഈ ദാനിയേൽ പ്രവചനവും എസ്തേറുടെ പുസ്തകവും ഒക്കെ പറ്റി പഠിക്കുമ്പോൾ ലോകത്തെ മുഴുവനായി ഭരിച്ചുകൊണ്ടിരുന്ന സാമ്രാജ്യങ്ങളായിരുന്നു, സാമ്രാട്ടുകളായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ എസ്തേറിന്റെ പുസ്തകത്തിലാണ് ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെയുള്ള രാജ്യങ്ങളിൽ ആ പേർഷ്യൻ ചക്രവർത്തിമാർ ഭരിച്ചിരുന്നു എന്ന് കാണും. ഹിന്ദു ദേശം എന്ന് പറയുന്നത് ഇന്ത്യയാണെന്നും കൂശ് ദേശം എന്ന് പറയുന്നത് ആഫ്രിക്ക ആണെന്നും ഞാൻ പറഞ്ഞത്. അങ്ങനെ നീണ്ട 127 സംസ്ഥാനങ്ങൾ, 127 രാജ്യങ്ങൾ ആണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് 7-ാം സംസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേർഷ്യൻ രാജ്യം മുതൽ കിഴക്ക് വരെ ഹൈലാൻഡ് ഓഫ് ഈസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ ഉയർന്ന കിഴക്കൻ പ്രദേശങ്ങൾ വരെ ഉള്ള രാജ്യങ്ങളെ 7-ാം സംസ്ഥാനം എന്ന് ഒന്നിച്ച് പറഞ്ഞിരിക്കുന്നു. 7-ാം സംസ്ഥാനം. അപ്പോൾ ഈ വിധത്തിൽ വിശാലമായി കിടന്ന ആ രാജ്യങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്നയാളായിരുന്നു പെർസിസ്. അദ്ദേഹത്തിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിലാണ് താൻ ഈ ദർശനം കണ്ടപ്പോൾ തിരുവചനത്തിൽ നമ്മളെ വായിച്ചു കേട്ടു, അവൻ ഈ ദർശനം കണ്ടു, അവൻ താന് ബോധം കെട്ട് നിലത്ത് വീഴുകയാണ് ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ദൈവശക്തി നമ്മുടെ മേൽ വരുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ബോധം കെട്ടുപോയി. 2 മരത്തിൽ നിന്ന് വീണപ്പോൾ ഒരാൾ ചോദിച്ച് ബോധം ഉണ്ടാകും, ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ബോധം ഉണ്ടാകും. അപ്പൊ കേട്ടിരുന്ന ആള് പറഞ്ഞു, നേരത്തെ അതിന് മുമ്പേ തന്നെ ബോധം. ഹല്ലേലൂയ. ബോധം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹല്ലേലൂയ, അതിനുവേണ്ടി പ്ലാവിന് വീഴൊന്നും വേണ്ട, അതിന് മുമ്പേ തന്നെ അദ്ദേഹം ബോധം കെട്ടു. അപ്പോൾ ഹല്ലേലൂയ, ഇവിടെ ദർശനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ആ ദൈവശക്തിയും കൂടെ തന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബോധമറ്റവനായിട്ട് താഴെ വിടുകയാണ്. തുടർന്ന് നമ്മൾ ചിന്തിക്കും, ദൈവത്തിന്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂത് അറിയിക്കാൻ വന്ന ദൈവദാസൻ അല്ലെങ്കിൽ ഹല്ലേലൂയ ദൂതൻ ഗബ്രിയേൽ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്. ഏറ്റവും പ്രിയ പുരുഷ ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ് അവനെ ബലപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ദൈവത്തിന്റെ ആ ദൂത് ആ ദർശനമായി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ബോധമറ്റ് നിലത്ത് വീഴുകയാണ്. അപ്പോൾ ഇവിടെ അവൻ പ്രധാനമായും ആ ദർശനത്തിൽ കാണുന്നത്, ആദ്യത്തെ ദർശനം ഒരു ആട്ടുകൊറ്റ്
ആട്ടുകൊറ്റനെ കാണിച്ചത് അതിന്റെ 20-ാം വാക്യത്തിൽ. അതിന്റെ വ്യാഖ്യാനം മറ്റാരും പറയാതെ തന്നെ ആ അധ്യായത്തിൽ തന്നെയുണ്ട്. 20-ാം വാക്യം വായിച്ച്. 2 കൊമ്പുള്ളതായി 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസി രാജാക്കന്മാരെ കുറിക്കുന്നു. നീ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ പാർസി രാജാക്കന്മാരെ കുറിക്കുന്നു. എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സാമ്രാജ്യം, ബാബിലോണിയൻ സാമ്രാജ്യം അസ്തമിച്ച് പിന്നെ തുടർന്ന് വരുന്നത് പേർഷ്യൻ സാമ്രാജ്യമാണ്. നമ്മൾ ബിംബത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ ആ ചാർട്ടിൽ പറഞ്ഞു തന്നിരുന്നു. ഏറ്റവും മുകളിലത്തെ ഭാഗം തങ്കം കൊണ്ട് അഥവാ പൊന്നുകൊണ്ടുള്ളതായിരുന്നു. എന്നാൽ താഴോട്ട് വരുമ്പോൾ നെഞ്ചും കൈകൾ 2ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവൻ കരടിയെ കാണിച്ചപ്പോൾ നമ്മൾ 5-ാം അധ്യായത്തിൽ പഠിച്ചു. ഹല്ലേലൂയ. കരടിയെ കാണിച്ചപ്പോൾ ദൈവം കാണിച്ചത് ഒരു ഭാഗം, ഒരു പാർശ്വം ഉയർത്തി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മേദ്യ പാർസ്യ 2 രാജ്യങ്ങൾ, 2 സാമ്രാജ്യങ്ങൾ ശക്തിപ്പെട്ട് ലോകത്തെ മുഴുവൻ കീഴടക്കുന്നതിനെയാണ് ദൈവം അത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഇത് പാർസ്യ രാജാക്കന്മാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കരടി പാർശ്വം ഉയർത്താൻ കാരണം പാർസികൾ അഥവാ പേർഷ്യക്കാരാണ് മേദ്യരേക്കാൾ പ്രബലപ്പെട്ട് അടക്കി വാണിരുന്ന ആളുകൾ. അതുകൊണ്ടാണ് ദൈവം ഈ 2 കൊമ്പ് കാണിക്കുന്നെങ്കിലും ഈ തിരുവചനത്തിൽ പേർഷ്യൻ സാമ്രാജ്യമാണ് പ്രബലപ്പെട്ടു വന്നത്. അതാണ് ദൈവം കാണിച്ചത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ നമ്മള് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ എംബ്ലം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ എംബ്ലം ഒരു കിടക്കുന്ന ആടിനെയാണ് എംബ്ലമായിട്ട് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒമാന്റെ ഒരു കോലാട് ഇങ്ങനെ ചാടുന്നതായിട്ടാണ്. ഇതുപോലെ പേർഷ്യൻ സാമ്രാജ്യം മുഴുവനായിട്ട് ഇരുന്നപ്പോൾ അവരുടെ എംബ്ലം ഒരു കിടക്കുന്ന ആടായി. അപ്പോൾ അത് ദൈവം ദാനിയേലിനെ കാണിക്കുമ്പോൾ പേർഷ്യൻ സാമ്രാജ്യം ലോകത്തിലേക്ക് വരുന്നത് ദൈവം കാണിക്കുകയായിരുന്നു. 2 കൊമ്പോടുകൂടെ അത് ഇങ്ങനെ വരികയും, അത് മാത്രമല്ല നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് ഈ ആട്ടുകൊറ്റന് 3 ഭാഗത്തേക്ക് ഇടിക്കുന്നു. ഒന്ന് വായിക്കാം അതിന്റെ ആ 2-ാമത്തെ വാക്യം മുതൽ. ഞാനൊരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ഞാൻ തല പൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരാട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. അത് ഒന്ന് മറ്റതിനേക്കാൾ അധികം നീണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് മറ്റതിനേക്കാൾ അധികം നീണ്ടതായിരുന്നു. അതാണ് ഈ മേദ്യരേക്കാൾ പേർഷ്യൻസ് വളരെ പ്രബലപ്പെട്ടിരുന്നു. അവരെ കുറച്ചുകൂടെ ശക്തിയുള്ളവരായിരുന്നു എന്ന് കാണുവാൻ കഴിയും. വായിക്കാം. അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്ന 3 സ്ഥലത്തേക്ക് ഇടിക്കുന്നത് കണ്ടു. ഈ ആട്ടുകൊറ്റൻ 3 സ്ഥലത്തേക്ക് ഇടിക്കുന്നു. പടിഞ്ഞാറോട്ട്, വടക്കോട്ട്, തെക്കോട്ട്. എന്നാൽ ഒരു ഭാഗം മാത്രം വിട്ടിരിക്കുകയാണ്. കിഴക്ക് ഭാഗം മാത്രം വിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായി മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആദ്യം അവരെ ഇടിക്കുന്നത് പടിഞ്ഞാറോട്ടാണ് ഇടിക്കുന്നത്. പടിഞ്ഞാറോട്ട് ഇടിച്ചു എന്ന് പറഞ്ഞാൽ ബാബിലോണിയൻ സാമ്രാജ്യത്തെ തകർക്കാനായിട്ട് ബാബിലോൺ രാജ്യത്തെയാണ് അഥവാ കൽദേ രാജ്യത്തെയാണ് പേർഷ്യൻ ചക്രവർത്തിമാർ ആദ്യം ആക്രമിച്ച് കീഴടക്കിയത്. നമ്മൾ 5-ാം അധ്യായത്തിൽ പഠിക്കുകയുണ്ടായി. ബെൽസസറിന്റെ കാലത്ത് കൽദേ രാജാവായ ബെൽസസർ കൊല്ലപ്പെടുകയാണ്. അന്ന് രാത്രിയിൽ കോരസ് കോരസും ദാര്യാവേശും കൂടെ 2 രാജാക്കന്മാര് അന്ന് രാത്രിയിൽ ആ കൽദേ രാജാവായ ബെൽസസറിനെ കൊന്നു. അവരെല്ലാവരും കുടിച്ച് മത്തരായിരുന്ന സമയമായിരുന്നു എന്നൊക്കെ നമ്മൾ 5-ാം അധ്യായം ചിന്തിച്ചപ്പോൾ പഠിച്ചു. ഭിത്തിയിൽ എഴുത്തു വന്നിരുന്നു, രാജാതി രാജാവായ ദൈവം അവനെ തൂക്കി നോക്കിയിരുന്നു. മെനെ തെക്കേൽ ഉഫർസീൻ, നിന്റെ രാജ്യത്വം ഞാൻ തൂക്കിയിരിക്കുന്നു.
അല്ലെങ്കിൽ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം ആ രാജ്യത്വം എടുത്തു മാറ്റി. അന്ന് കൽദയ രാജ്യത്തിന് അവസാനം വന്നു. പടിഞ്ഞാറോട്ട് ബാബിലോൺ രാജ്യത്തെ ഇടിക്കുകയാണ് ഈ കോലാട്ടുകൊറ്റൻ ചെയ്തത്. അതായത് പേർഷ്യൻ ചക്രവർത്തിമാർ ചെയ്തു. രണ്ടാമത്തേത് അത് വടക്കോട്ടിടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? വടക്കോട്ടിടിച്ചു. വടക്കോട്ടിടിച്ചെന്ന് പറഞ്ഞാൽ വടക്ക് കിടക്കുന്ന രാജ്യങ്ങളാണ്, അഥവാ ഈ മിഡിൽ ഈസ്റ്റിന്റെ പേർഷ്യൻ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന ഈ സംസ്ഥാനങ്ങളുടെ വടക്കോട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ് ലിബിയ മുതൽ അർമേനിയ വരെയുള്ള സ്ഥലങ്ങൾ. രണ്ടാമതായിട്ട് ബാബിലോൺ പിടിച്ചടക്കിയതിനെ തുടർന്ന് പേർഷ്യൻ ചക്രവർത്തിമാർ പിടിച്ചടക്കിയ സ്ഥലങ്ങളാണ് ലിബിയ മുതൽ അർമേനിയ വരെയുള്ള നീണ്ടുകിടക്കുന്ന സ്ഥലങ്ങൾ. അതുകൊണ്ടാണ് ആ കോലാട്ടുകൊറ്റൻ, അല്ലെങ്കിൽ കോലാട്ടുകൊറ്റൻ അല്ല, ആട്ടുകൊറ്റൻ അത് ആ കൊമ്പ് കൊണ്ട് ആ പടിഞ്ഞാറോട്ടും വടക്കോട്ടും ഇടിക്കുന്നത് കണ്ടു. ഇനിയും തെക്കോട്ടിടിക്കുന്നത് കണ്ടു. തെക്കെവിടാണ്? തെക്കെന്നിവിടെ എന്താണ് കിടക്കുന്നത്? തെക്ക് ഈജിപ്റ്റ് ആണ് കിടക്കുന്നത്. ഈജിപ്തിലോട്ടും ഇവരാക്രമണം ഉയർത്തി അവരതിനെയും കീഴ്പ്പെടുത്തി. നമുക്കറിയാം ബാബിലോണി സാമ്രാജ്യത്തിന്റെ ആ കാലഘട്ടത്തിൽ അവർ ഭരിച്ചുകൊണ്ടിരുന്ന, നെബൂഖദ്നേസറൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവർക്ക് തുല്യമായ ശക്തിയോടെ കൂടെ നിന്നവരായിരുന്നു ഈജിപ്റ്റ് അഥവാ മിസ്രൈം. അതുകൊണ്ടാണ് യെരമ്യാവൊക്കെ പ്രവചിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു, ആമേൻ, ഈജിപ്തിൽ ആശ്രയിച്ചും കൊണ്ട് ആമേൻ ഈ ഇസ്രായേൽ അഥവാ ഇസ്രായേൽ മക്കളുടെ രാജാവായിരുന്ന യെഹോയാക്കീം ബാബിലോണെതിരായിട്ട് ചെല്ലരുതെന്നൊക്കെ ദൈവത്തിന്റെ ദാസൻ പ്രവചിച്ചു പറഞ്ഞതാണ്. പക്ഷേ ഈജിപ്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെന്നു. അതുകൊണ്ട് ദൈവം അവനോട് ചോദിക്കുകയാണ്, നീ ആരെ ആശ്രയിച്ചിട്ടാകുന്നു ആമേൻ അവനോട് എതിർക്കാനായി പോകുന്നത്? ഓടക്കോലായ മിസ്രൈമിനെ ആശ്രയിച്ചാണ്. ഒരുവൻ കൈ ഊന്നിയാൽ അവന്റെ കയ്യിൽ അത് തറച്ചു കൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള ബലഹീനമായിരിക്കുന്ന ഒരവസ്ഥയാണ് ഈജിപ്തിനെ കുറിച്ച് അഥവാ മിസ്രൈമിനെ കുറിച്ച് ദൈവം കാണിച്ചു. അപ്പോൾ അങ്ങനെ പ്രബലപ്പെട്ടിരുന്ന മിസ്രൈമിനെ ആമേൻ ഈ പേർഷ്യൻ ചക്രവർത്തിമാർ അവരെ ആക്രമിച്ച്, അതുകൊണ്ടാണ് ഈ 3 സ്ഥലങ്ങളിലേക്ക് ഇടിക്കുന്നത്. ഇനിയും രണ്ടാമതായിട്ട് നമ്മൾ ഇനിയും താഴോട്ട് വായിക്കുമ്പോൾ വീണ്ടും കാണുന്നു ഈ ആട്ടുകൊറ്റൻ ഇങ്ങനെ വളരെ ശക്തിപ്പെട്ട് വളരെയധികം എല്ലാ രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു കോലാട്ടുകൊറ്റൻ, ഇതൊരു റാമായിരുന്നു, മറ്റേത് ഹീഗോട്ട. ഈ കോലാട്ടുകൊറ്റൻ നിലം തൊടാതെ വരുന്നു. അതാരാണ്? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആമേൻ, പേർഷ്യൻ ചക്രവർത്തി, മേദ്യ പാർഷ്യ സാമ്രാജ്യത്തിന് തുടർമാനമായി വന്നത് അലക്സാണ്ടർ ആണ്. ഗ്രീക്ക് സാമ്രാജ്യമാണ് ലോകത്തിലേക്ക്. അവിടെ നമ്മൾ വായിക്കുന്ന നിലം തൊടാതെ വന്നുവെന്ന്, അല്ലേ? ഈ അലക്സാണ്ടറിന്റെ ഒരു പ്രത്യേകത നമ്മൾ പുള്ളിപ്പുലിക്ക് സമമായിട്ടാണ്. അവിടെയും നമ്മൾ കണ്ടത് വളരെ വേഗത്തിലാണ് ഈ അലക്സാണ്ടർ ലോക സാമ്രാജ്യം മുഴുവൻ കീഴടക്കിയത്. ഗ്രീസിലെ ഫിലിപ്പ് രാജാവിന്റെ മകനായി ജനിച്ചു വളർത്തപ്പെട്ട ഈ മനുഷ്യൻ കേവലം 23 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം യുദ്ധസന്നദ്ധനായി അപ്പനേക്കാൾ വലിയ യോദ്ധാവായിട്ട് മുന്നേറുന്നത്. ഹല്ലേലൂയ. 20 വയസ്സും കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലം എന്ന് പറയുന്നത് 12 വർഷമേ ഉള്ളായിരുന്നു. 12 വർഷങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ പിടിച്ചടക്കത്തക്കവണ്ണം അവൻ വളരെ ശക്തിയുള്ളവനായി മാറി. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ആ കോലാട്ടുകൊറ്റൻ വന്ന് ഈ ആട്ടുകൊറ്റനെ ചവിട്ടി മെതിച്ച് ഇടിച്ചു കളഞ്ഞു. അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ലെന്ന് അവിടെ നമ്മൾ വായിച്ചു. ഈ ആട്ടുകൊറ്റന് മറ്റേതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, വെറും 25,000
ഒരു 35,000 പടയാളികളെയും കൊണ്ട് 25 ലക്ഷം പടയാളികളെ തകർക്കത്തക്കവണ്ണം അലക്സാണ്ടർ പ്രബലനായി. മേദ്യ പാർശ്യ സാമ്രാജ്യങ്ങൾക്ക് അവർക്ക് പട്ടാളക്കാരായി തന്നെ 25 ലക്ഷം ആളുകൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അവർക്കുണ്ടായി. അത്രമാത്രം വലിയ പട്ടാള സൈന്യം ഉണ്ടായിരുന്നതിനെ മുഴുവൻ തകർത്തും കൊണ്ട് അവൻ മുന്നേറി വന്ന് 12 വർഷങ്ങൾ കൊണ്ട് രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കി. എന്നാൽ നമ്മൾ അവിടെ വായിച്ചു, അവന് ആ കൊമ്പുകളുടെ ഇടയിൽ അവന് വിശേഷമായ ഒരു കണ്ണുണ്ടായിരുന്നെന്നാണ് വായിച്ചത്. കണ്ണെന്തായിരുന്നെന്നാ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. കണ്ണ് അറിവിനെ കുറിക്കുന്നു. അതുകൊണ്ടാണ് സക്രിയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ യഹോവയുടെ സന്നിധിയിലുള്ള യഹോവയുടെ മുമ്പിലുള്ള 7 കണ്ണുണ്ടല്ലോ എന്ന് ദൈവദാസൻ പറയുന്നു. യഹോവയുടെ മുമ്പിലുള്ള 7 കണ്ണ്. 7 കണ്ണിന്റെ പ്രത്യേകത എന്താണ്? 7 പൂർണ്ണതയെ കുറിക്കുന്നു. അത് മാത്രമല്ല, കണ്ണ് അറിവിനെ കുറിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണമായ അറിവ്, അതുപോലെ തന്നെ ഈ അലക്സാണ്ടർ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു യോദ്ധാവായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ധാരാളം അറിവുണ്ടായിരുന്നു. അങ്ങനെ ആ കൊമ്പുകളുടെ ഇടയിൽ ഒരു കണ്ണ്, വിശേഷമായ കണ്ണുണ്ടായിരുന്നു എന്ന് നമ്മൾ ആ ഭാഗത്ത് വായിക്കും. എന്നാൽ ഈ രാജാവ് ഒരു യവന രാജാവായിരുന്നു, അല്ലെങ്കിൽ ഗ്രീക്ക് രാജാവായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനിയും ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്കിതിനെ മനസ്സിലാക്കാൻ കാര്യം, ഈ കോലാട്ടുകോറ്റൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റേത് രാട്ടുകോറ്റനായിരുന്നു, ഇത് കോലാട്ടുകോറ്റനാണ്. കോലാട്ടുകോറ്റന്റെ ഗ്രീക്ക് പദം എയ്ജിയൻ എന്ന, എയ്ജിയൻ എയ്ജിയൻ എന്ന ഗ്രീക്ക് പദം. അപ്പോൾ എയ്ജിയൻ എന്ന് പറഞ്ഞാൽ കോലാട് എന്നാണ്. ഇന്നും ലോകത്തിൽ ഏജിയൻ സിറ്റി പുരാതനമായി മുതലേ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു പട്ടണമാണ് ഏജിയൻ സിറ്റി എന്ന് പറഞ്ഞാൽ കോലാടുകളുടെ പട്ടണം എന്നാണ് അറിയപ്പെടുന്നത്. കോലാടുകളുടെ പട്ടണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ ദൈവവചനം എത്ര വ്യക്തമാണ്, ദൈവവചനം എത്ര കൃത്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ദൈവം ദാനിയേലിന് ദർശനം കൊടുക്കുമ്പോൾ വെറുതെ കുറെ സ്വപ്നം കണ്ടത് എഴുതി വെച്ചേക്കുക. പിന്നെയോ ചരിത്രത്തിൽ കോലാടിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രീക്ക് സാമ്രാജ്യം ലോകത്തിലേക്ക് വരുമെന്നും അതിനെ സ്ഥാപിക്കുന്നത് അലക്സാണ്ടർ ആയിരിക്കുമെന്നും അവനൊരു ഷോർട്ട് പീരിയഡ് കൊണ്ട് ലോകം മുഴുവൻ കീഴ്പ്പെടുത്തുമെന്നും എല്ലാം അവൻ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ തമ്പുരാൻ രേഖപ്പെടുത്തുക. കുറഞ്ഞപക്ഷം ഒരു 300 വർഷമെങ്കിലും മുൻപേ ഈ കാര്യങ്ങളെല്ലാം തമ്പുരാൻ തന്റെ ദാസനിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കും. അപ്പോൾ നമ്മളൊക്കെ ഈ വചനവും എഴുതിക്കൊണ്ട് നടക്കുമ്പോൾ എത്രമാത്രം ദൈവത്തിന് നന്ദി പറയണം. ദൈവവചനം ഒരു തെറ്റുമില്ലാത്ത ദൈവവചനം. ഞാൻ ഈ ബൈബിൾ എന്ന വിഷയത്തെ കുറിച്ച് തന്നെ ഇങ്ങനെ ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലുമുള്ള മതഗ്രന്ഥങ്ങൾക്കെതിരെ ആരെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്താൽ ഉടനെ വിവരം അല്ലേ? ഏതെങ്കിലും ഒരു മതത്തിന്റെ ഗ്രന്ഥത്തെ അധിക്ഷേപിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കി, അന്നേരം പ്രശ്നം ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന പുസ്തകം നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളാണ്. ഈ ബൈബിൾ എന്തുകൊണ്ട് ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകമായി മാറി? കാരണം ഇതിന്റെ എഴുതിയിരിക്കുന്ന ഇതിന്റെ രചയിതാവ് പറയുന്നത്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യാം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇതിനെ ആക്രമിക്കാം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇതില്ലെന്ന് പറയാം. പക്ഷേ സത്യം ഇതായതുകൊണ്ട് പീലാത്തോസിനോട് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് സത്യം എന്താണെന്ന് അവനോട് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ, സത്യം എന്താണെന്ന് അവനോട് ദൈവം വെളിപ്പെടുത്തി. അപ്പോൾ ഈ സത്യത്തിന് തൂണ് വേണ്ട, താങ്ങ് വേണ്ട, ആരുടെയും
ഒരു സപ്പോർട്ട് ഇല്ലാതെ സത്യത്തിന് അതുകൊണ്ട് ഞാൻ നിങ്ങളും വിശ്വസിക്കുന്ന ദൈവവചന സത്യമാണ്. അതുകൊണ്ട് അത് ആമേൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം അവസാനം വരെയുള്ളത് നമ്മൾ വിശ്വസിക്കണം. പലപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ചില കാര്യങ്ങളൊന്നും വിശ്വസിപ്പിക്കത്തില്ല. പുതിയൊരു തിയോളജി ഇറങ്ങിയിട്ടുണ്ട്. പുതിയതല്ല, ഒരു 10-20 വർഷം 10-30 വർഷത്തിന് മുമ്പ് ഇറങ്ങിയ തിയോളജിയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ലിബറേഷൻ തിയോളജി എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിലുള്ള അത്ഭുതങ്ങളെ കുറിച്ച് അവർ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ ചെങ്കടല് കിടന്ന കാര്യം തന്നെ എടുക്കാം. ചെങ്കടല് കിടന്നു എന്ന് അവർ പറയുന്നത് ചെങ്കടല് ദൈവം അങ്ങ് പിളർന്ന് ഉണങ്ങിയ നിലമൊന്നും ഒരുക്കി കൊടുത്തതല്ല. പിന്നെയോ വേലിയേറ്റം വന്നപ്പോൾ കടൽ അങ്ങോട്ട് അങ്ങോട്ട് വേലിയിറക്കം വന്നപ്പോൾ ഇറങ്ങിക്കിടന്നു. അപ്പോൾ അവർക്ക് അങ്ങോട്ട് നടന്നു പോകാവുന്ന മുട്ടുനീര് വെള്ളമേ. അപ്പോൾ അവരങ്ങനെ അങ്ങ് കയറി റെഡ് സീ എന്നല്ല, റീഡ് സീ എന്ന് പറഞ്ഞാൽ ഞാങ്ങണയൊക്കെ കിടക്കുന്ന ചെറിയ ചതുപ്പ് നിലമായിരുന്നു അത്. അതിലേക്കൂടെ അവരങ്ങ് നടന്നുപോയി. മുട്ടിന് താഴെ വെള്ളമേ ഉള്ളായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ ഫറവോന്റെ സൈന്യമൊക്കെ എങ്ങനെയാണ് ഈ മുട്ടിന് താഴെയുള്ള വെള്ളത്തിൽ മുങ്ങി മരിച്ചതെന്നാണ്, ഈ കുതിരയും ഒക്കെ എങ്ങനെയാണ് മരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ അവര് പറയുന്നത് അങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും നടന്നിട്ടില്ല. കർത്താവ് 5 പേരും ഒക്കെ കൊടുത്ത് പോഷിപ്പിച്ചെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. എല്ലാവരുടെയും കയ്യിൽ ചെറിയ ചെറിയ പൊതികൾ ഉണ്ടായിരുന്നു. ബാലന്റെ പൊതി എടുത്ത് കർത്താവ് അങ്ങോട്ട് അഴിച്ചു കൊടുത്തപ്പോൾ അവർക്കെല്ലാം നാണംകേട് തോന്നി. അവരെല്ലാവരും എടുത്ത് ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള തിയോളജി അന്നും കർത്താവിന്റെ കാലത്തും ഉണ്ടായിരുന്നു. കർത്താവ് അതുകൊണ്ടാണ് എംഎസിൽ പോയ ശിഷ്യന്മാരെ കർത്താവ് തിരുവചനത്തിൽ അന്നത്തെ 3 പുസ്തകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മോശയുടെ പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതിയിരുന്നത് എല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എഴുതിയിട്ട് പിന്നെയും പറയുകയാണ്, അവരെ ഒരു വിളി വിളിച്ചു, മന്ദബുദ്ധികളെ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്? അങ്ങനെ വിളിക്കാൻ കാരണമുണ്ട്. പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും മോശയുടെ പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാ വിളിച്ചത്. എല്ലാ ഞാൻ പലപ്പോഴും ഓർക്കും, ഈ പുസ്തകത്തിലെ ഓരോ വാക്കുകൾക്കും വലിയ വെയിറ്റ് അല്ലയോ. അല്ലല്ലോ, അവർക്ക് വിശ്വാസമില്ലെന്നല്ല കർത്താവ് പറഞ്ഞു. പിന്നെയോ എല്ലാ വിശ്വാസമില്ലാത്ത മന്ദബുദ്ധികളെ. ഇന്നും എല്ലാം ഒന്നും വിശ്വസിക്കാത്ത ധാരാളം ആളുകളുണ്ട്. കർത്തൃ വേലക്കാര് തന്നെ എന്തുമാത്രം ഉണ്ടെന്നറിയാമോ? എല്ലാം ഒന്നും. അതുകൊണ്ട് ആ വിശ്വാസം ഇല്ലാത്തവർ പറഞ്ഞാൽ എന്തുമാത്രം ഇഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ പറഞ്ഞു വന്നത്, തിരുവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കോലാട്ട് ഗോത്രൻ ലോകത്തിലേക്ക് വന്നത് അത് അലക്സാണ്ടർ ചക്രവർത്തിയാണ് കാണിക്കുന്നത്. അവരുടെ എംബ്ലവും യവന രാജ്യത്തിന്റെ എംബ്ലവും കോലാട്ട് ഗോത്രനായിരുന്നു എന്ന് ചരിത്രം നമ്മളെ തെളിയിക്കും. 21-22 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. 22-ാം വാക്യത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടത്, ഈ യവന രാജാവ് ഇങ്ങനെ ഭരണം നടത്തുമെന്നുള്ളത് ദൈവം പറയുമ്പോൾ നമ്മൾ ആ ബിംബത്തിനകത്ത് നെഞ്ചും കൈകളും കഴിഞ്ഞു വരുന്നത് വയറിന്റെ ഭാഗം താമ്രമായിട്ടാണ് കാണിച്ചത്. ഞാനൊരു ചരിത്ര സത്യമാണെന്ന് പറയാൻ കാരണം, അലക്സാണ്ടറിന്റെ പടയാളികളുടെ പടച്ചട്ട താമ്രമായി, അവരുടെ ഷൂസിന്റെ നല്ലൊരു ഭാഗം താമ്രമായി. ചരിത്രമാണ്. അപ്പോൾ ദൈവം വളരെ വ്യക്തമായിട്ട് ആ ബിംബത്തിനകത്ത് കാണിച്ചു, വയറിന്റെ ഭാഗം അഥവാ യവന സാമ്രാജ്യം ലോകത്തിലേക്ക് വരുമ്പോൾ, ഗ്രീക്ക് സാമ്രാജ്യം ലോകത്തിലേക്ക് വരുമ്പോൾ, ആ സാമ്രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിമാരുടെ പട്ടാളക്കാരുടെ ശരീരത്തിൽ അണിയുന്നത് ചെമ്പ് കൊണ്ടുള്ള അഥവാ താമ്രം കൊണ്ടുള്ള. അപ്പോൾ അങ്ങനെ വളരെ വ്യക്തമായി ലോകത്തിലേക്ക് ആ സാമ്രാജ്യ ശക്തി വരുമെന്ന് ദൈവം പറഞ്ഞു. ഇനിയും
അടുത്തതായിട്ട് ആറാമതായിട്ടുള്ള വിഷയം നമ്മൾ ചിന്തിക്കേണ്ടത്, അതിന് 8-ാം വാക്യം ഒന്ന് വായിക്കും. 8-ാം വാക്യം. ഏറ്റവും വലുതായി തീർന്നു, എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ വരവ് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് കുറെ കാലം നിൽക്കുമെന്ന്. എന്നാൽ ദൈവം പിന്നമേ ഇദ്ദേഹം ഒരു 33 വയസ്സാകുന്നതിന് മുൻപേ മരിക്കുമെന്നുള്ള കാര്യം ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നു. ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇവർ എത്ര വർഷം ജീവിച്ചിരിക്കും എന്നുള്ള കാര്യം. സമയമാകുമ്പോൾ തമ്പുരാൻ വിളിക്കും. സ്തോത്രം. അപ്പോൾ നമുക്കറിയാമല്ലോ, വളരെ വീമ്പിളക്കി ആർത്തിരമ്പുന്ന കടലിനോട് നീ ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ പിടിക്കുമായിരുന്നു എന്നെല്ലാം വെല്ലുവിളിച്ച് പറഞ്ഞ ഈ മനുഷ്യൻ മടങ്ങിപ്പോകുമ്പോൾ, യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഉണ്ടായ ഒരു മഴ നനഞ്ഞ് പനി പിടിച്ച് പെട്ടെന്ന് 2-3 ദിവസങ്ങൾക്കുള്ളിൽ മരിക്കുകയാണ്. ഒരു മഴ നനഞ്ഞ. അപ്പോൾ മനുഷ്യൻ എത്ര ക്ഷണികനെന്ന് നമ്മൾ അറിയണം. ദൈവവചനം പറയുന്നു, ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയാകുന്നു. അപ്പോൾ നമ്മൾ ആരും ഒന്നും വീമ്പിളക്കാനില്ല. തമ്പുരാൻ തന്നിരിക്കുന്ന ശ്വാസമാണ്. അതുകൊണ്ട് ആർക്കും ഒന്നും പ്രശംസിക്കാനായിട്ടില്ല. അതുകൊണ്ട് ഇവൻ വളർന്ന് ബലപ്പെട്ടപ്പോൾ ആ കൊമ്പ് തകർന്നുപോയി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭരണം അങ്ങനെ അവസാനിക്കുകയാണ്. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസം പുള്ളിപ്പുലിക്ക് 4 തലകൾ ഉള്ളതായി പഠിച്ചതുപോലെ തന്നെ ഇവിടെ ഇതാ 4 രാജാക്കന്മാർ അവനെ തുടർന്ന് വരുമെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ അതിനെക്കുറിച്ച് ആ ഭാഗം ചിന്തിച്ചപ്പോൾ 4 ജനറൽമാർ വരുമെന്ന് ദൈവം നേരത്തെ തന്നെ 4 തല ഉള്ള രാജാക്കന്മാരെ അതാണ് കാണിച്ചത്. 4 ജനറൽമാർ ഇവന് ശേഷം. അപ്പോൾ അവനൊരു സന്തതി ഭരിക്കാനായിട്ടില്ലാതിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, ഇല്ലീഗലായി ഒരു മകനുണ്ടായിരുന്നു. ആ മകനെയും അവർ കൊന്നു. അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ ഒരു മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവനെയും ഈ 4 ജനറൽമാർ വധിച്ചതിന് ശേഷമാണ് അവർ ഈ രാജ്യം 4 വിഭാഗിച്ചെടുക്കുന്നത്. ഏഷ്യയും ഈജിപ്തും സിറിയയും ഗ്രീസും ഇങ്ങനെ 4 രാജ്യങ്ങളായിട്ട് വിഭജിച്ച്, അങ്ങനെ ദൈവം മുന്നറിയിപ്പ്, ദൈവം നേരത്തെ മുന്നറിഞ്ഞത് കൊണ്ടാണ് ദർശനം ദാനിയേലിനെ കാണിച്ചിട്ട് പറഞ്ഞു, ആ കൊമ്പ് തകർന്നു പോകുന്നെങ്കിലും 4 രാജാക്കന്മാർ അവനിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന് പറഞ്ഞു. ഇനിയും അടുത്തതായിട്ട് 7-മതായിട്ട് ഈ എഴുതിക്കട്ടെ, എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ നമ്പർ ഇടുന്ന വാക്യമായിട്ടല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആ വിഷയം പറഞ്ഞു തരിക. 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 13-ാമത്തെ വാക്യം. അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേവയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്ന എത്രത്തോളം നിലനിൽക്കും എന്ന് ചോദിച്ചു. അതിന് അവനോട് 2300 സന്ധിയും ഉഷസും തികയുവോളം തന്നെ, പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. സ്തോത്രം. ഇവിടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ 2 സാമ്രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അത് നിർത്തിയതിനു ശേഷം ദൈവം വേറെ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇത് അന്ത്യകാലത്തേക്കുള്ളതാണെന്ന് ദൂതൻ 2-3 പ്രാവശ്യം ആ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് നടക്കാനുള്ളതല്ല എന്ന് വ്യക്തമാണ്. ഇനിയും എന്നാണ് ഈ അന്ത്യകാലം തുടങ്ങുന്നത് എന്ന് വളരെ വ്യക്തമായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാണ് അന്ത്യകാലം തുടങ്ങുന്നത്? അന്ത്യകാലം തുടങ്ങുന്നത് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതോടുകൂടെ അന്ത്യകാലം തുടങ്ങി.
എന്താ വാക്യം? ഏതാണ് വാക്യം? എബ്രായ ലേഖനം 1:1. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് പുത്രൻ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ് വാക്യം, അല്ലേ? വായിച്ചേ. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയായി വെച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ അന്ത്യകാലം തുടങ്ങുന്നത് യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെയാണ്. അപ്പോൾ ഈ പ്രവചനം അഥവാ ഈ സംഭവങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം നടക്കേണ്ടതാണെന്ന് വ്യക്തമാണല്ലോ. അതിനു മുൻപേ ലോക ചരിത്രത്തിൽ എങ്ങും നടക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അവിടെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത് അന്ത്യകാലത്തേക്കുള്ളതാണ്, ഇത് അതുകൊണ്ട് അത് മുദ്രയിട്ടേക്കണം എന്നെല്ലാം ദാനിയേലിനോട് ദൈവം പറയുന്നു. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ലോക ചരിത്രത്തിൽ ഈ സംഭവം നടന്നതായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതും കൂടെ ദൈവമക്കൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ആന്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ഒരു റോമൻ ചക്രവർത്തി ഉണ്ടായിരുന്നു. ആന്റിയോക്കസ് എപ്പിഫാനസ് അദ്ദേഹമാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യഹൂദന്മാരെ പീഡിപ്പിച്ചിട്ടുള്ളത്. റോമൻ ചക്രവർത്തിയായിരുന്നു ആന്റിയോക്കസ് എപ്പിഫാനസ്. അദ്ദേഹമാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യഹൂദന്മാരെ പീഡിപ്പിച്ചു. 40,000 യഹൂദന്മാരെ ഒറ്റയടിക്ക് അദ്ദേഹം കൊന്നുകളഞ്ഞു. 40,000 യഹൂദന്മാരെ അന്നത്തെ കാലത്ത്. അദ്ദേഹം ചെയ്ത ഒരു കാര്യം, സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, വരുവീൻ അവരൊരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക എന്ന് ശത്രു ഘോഷിക്കുന്ന ഒരു കാര്യം പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ ജനത്തെ അഥവാ ഇസ്രായേൽ ജനത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു കളയണം എന്ന ആഗ്രഹത്തോടുകൂടെ പ്രവർത്തിച്ച ആളാണ് ആന്റിയോക്കസ് എപ്പിഫാനസ്. അദ്ദേഹം ചെയ്ത കാര്യം, ഒരുപാട് ദ്രോഹങ്ങൾ യഹൂദന്മാർക്കെതിരെ ചെയ്തു. എന്നാൽ അദ്ദേഹം പ്രധാനമായി ചെയ്ത ഒരു കാര്യം, യാഗം നിർത്തലാക്കി. ദേവാലയത്തിലെ നിരന്തര ഹോമയാഗം നിർത്തലാക്കി. ദൈവം ഹോമയാഗം നിർത്തരുത് എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ മക്കളോട് ദൈവം യാഗപീഠത്തിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണമെന്നാണ് ദൈവത്തിന്റെ പ്രമാണം. അഥവാ യാഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, അതാണ് ദൈവം കൊടുത്ത പ്രമാണം. എന്നാൽ യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഈ ദേവാലയത്തിലെ ഈ പരിപാടി നിർത്തലാക്കി. ഇവിടെ ദാനിയേലിന് ദർശനം കൊടുക്കുമ്പോൾ ചോദിക്കുന്നു, ഈ നിരന്തര ഹോമയാഗം നിർത്തലാക്കുന്ന കാലം എന്നാണ് വരുന്നത്? നിരന്തരമായി യാഗം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിർത്തൽ ചെയ്യും എന്നാണ് ദൈവത്തിന്റെ ദൂതനോട് ദാനിയേൽ ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നു 2300 സന്ധ്യയും ഉഷസ്സും. അപ്പോൾ ഇങ്ങനെ ഈ യാഗം നിർത്തുകയും യാഗം നടക്കേണ്ട സ്ഥലത്തായ ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ അതിപരിശുദ്ധ സ്ഥലത്ത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം പന്നി ഏറ്റവും നിഷിദ്ധമായ ഒരു ജീവിയാണ്. ആ പന്നിയെ കൊണ്ടുവന്ന് അവിടെ യാഗം കഴിച്ചു. പന്നിച്ചോര ദേവാലയത്തിൽ കൊണ്ടുവന്ന് അർപ്പിച്ചു. അദ്ദേഹം ദൈവത്തോടും ദൈവജനത്തോടും ഈ യാഗത്തോടും ഒക്കെ ചെയ്യാവുന്നതിന്റെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ ആന്റിയോക്കസ് എപ്പിഫാനസ് ഈ കാര്യം ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആ സ്ഥലത്ത് ജുപ്പിറ്ററിന്റെ, റോമൻ സാമ്രാജ്യത്തിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരെല്ലാവരും ജുപ്പിറ്റർമാരെയായിരുന്നല്ലോ ആരാധിച്ചിരുന്നത്. ജുപ്പിറ്ററിന്റെ വിഗ്രഹം കൊണ്ടുവന്ന് അഥവാ ബിംബം കൊണ്ടുവന്ന് സ്ഥാപിച്ചു. എന്നിട്ട് രാജ്യത്തിലുള്ള എല്ലാ ആളുകളോടും പറഞ്ഞു അതിനെ നമസ്കരിക്കണം, അതിനെ വണങ്ങണമെന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മൾ ഈ ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് വരുമെന്നുള്ളത് കർത്താവ് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം എടുത്ത് 25-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ മടങ്ങിയ വരവിനോട് അനുബന്ധിച്ചുള്ള നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ 15-ാം വാക്യം 25-ന്റെ 15 അല്ലല്ലോ 24-ന്റെ 15 വായിക്കും. സോറി, 24-ന്റെ 15. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. സ്തോത്രം. വിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛതകൾ വരുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരുന്ന കാര്യം കർത്താവോട് ഓർമ്മിപ്പിക്കുക. അപ്പോൾ അതിൽ നിന്നും കൂടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. കർത്താവ് അത് പറയുന്നത് കൊണ്ട് ഇത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വ്യക്തമല്ലേ? മനസ്സിലായോ? അന്തിക്രിസ്തുവിന്റെ കാലത്തെ ഇത് സംഭവിക്കത്തുള്ളൂ എന്നുള്ളതാണ് കർത്താവ്. അപ്പോൾ ഇവിടെ ചരിത്രത്തിൽ ഇത് സംഭവിച്ചു എന്ന് ആളുകൾ പറയാറുണ്ട്. ഇങ്ങനൊരു സഭ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ തുടർന്ന് പറയാം. ചരിത്രത്തിൽ ആന്റിയോക്കസ് എപ്പിഫാനസ് ആണ് അന്തിക്രിസ്തു എന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു. അവൻ നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും പ്രതിമ കൊണ്ടുവന്ന് വിശുദ്ധ സ്ഥലത്ത്, അതിപരിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തിട്ട് ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ വീണ് നമസ്കരിക്കാൻ പറഞ്ഞു. കൈസറും സീസർമാര്, റോമൻ രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെ എല്ലാവരുടെയും അവരുടെ ആ വലിയ പ്രൗഢി കാണിക്കാൻ വേണ്ടി ജനത്തിന് ഇടയിൽ അവർക്കൊരു വലിയ സ്വാധീനം കിട്ടുവാനും അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അവരുടെ ബിംബം തന്നെ സ്ഥാപിച്ചിട്ട് അതിനെ വണങ്ങാനായിട്ട് പറയും. അതുകൊണ്ടാണ് അവരുടെ മഹാരാജാക്കന്മാർ എഴുന്നള്ളുമ്പോൾ റോഡിന്റെ രണ്ട് സൈഡിലും നിൽക്കുന്ന ആളുകൾ, സാധാരണക്കാരായ ആളുകൾ എല്ലാവരും ദൗ സീസർ എന്ന് വിളിച്ചു പറയണ രാജാവേ, നിങ്ങളെ ഞങ്ങൾ വണങ്ങുന്നു എന്ന്, ബഹുമാനത്തിന് യോഗ്യനായ നിങ്ങളെ ഞങ്ങൾ വണങ്ങുന്നു എന്ന് പറയും. അങ്ങനെ ജനത്തെ കൊണ്ട് നിർബന്ധമായിട്ടും പറയിക്കുമായി. ഇവിടെ അതിപരിശുദ്ധ സ്ഥലത്ത് ആന്റിയോക്കസ് എപ്പിഫാനസ് ജുപ്പിറ്ററിന്റെ വിഗ്രഹം സ്ഥാപിച്ചിട്ട് അതിനെ വണങ്ങാനായി ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ആളുകളും വണങ്ങുകയാണ്. ആ സമയത്ത് മത്യാസ് എന്ന് പറയുന്ന ഒരു യഹൂദ പുരോഹിതൻ എഴുന്നേറ്റു. മത്യാസ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, ഇത് ചരിത്രമാണ്, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. മത്യാസ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, യഹൂദ പുരോഹിതൻ എഴുന്നേറ്റു. അദ്ദേഹം ഈ പടയാളികൾ വന്നാണ് വണങ്ങാത്ത ആളുകളെ കൈകാര്യം ചെയ്യുന്നത്. വണങ്ങാത്ത ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വന്ന് പിടിക്കും. അപ്പോൾ ഒരു യഹൂദനെ വന്ന് പിടിച്ചു. മത്യാസ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മത്യാസ് നോക്കിട്ട് നിൽക്കുമ്പോൾ യഹൂദനോട് ആ പടയാളി പറഞ്ഞു, നീ ജുപ്പിറ്ററിനെ വീണ് നമസ്കരിക്കാൻ പറഞ്ഞു. ദൈവം ആദ്യം കൊടുത്തിരിക്കുന്ന പ്രമാണമാണ്, ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴെ സമുദ്രത്തിലുള്ളതോ ആകാശത്തിലുള്ളതോ സ്വർഗത്തിലുള്ളതോ ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുതെന്ന് ആദ്യത്തെ പ്രമാണം. അതുകൊണ്ട് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന അവൻ വണങ്ങരുത്. എന്നാൽ ഈ സാധാരണക്കാരനായ യഹൂദൻ വണങ്ങി. അദ്ദേഹം വണങ്ങിയപ്പോൾ ഈ മത്യാസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭൃത്യന്, ആ പുരോഹിതന് വളരെ കോപം വന്നു. അദ്ദേഹം വാളെടുത്ത് ഈ മനുഷ്യനെയും പടയാളിയെയും വെട്ടിക്കൊന്നു എന്നാണ് ചരിത്രം. അപ്പോൾ മത്യാസ് അങ്ങനെ ചെയ്തപ്പോൾ മറ്റ് പടയാളികൾ അദ്ദേഹത്തെ വിടുമോ? ഇല്ല. മത്യാസിനെ അങ്ങനെ കൊന്നുകളഞ്ഞു. പുരോഹിതനായിരുന്ന മത്യാസ് അങ്ങനെ രക്തസാക്ഷിയാകേണ്ടതായി. എന്നാൽ ചരിത്രം അതുകൊണ്ട് തീരുന്നില്ല. മത്യാസിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, മക്കാബി എന്നാണ് പേര്. മക്കാബി കാത്തലിക് ബൈബിളില്
മക്കാബിയൻസ് എന്ന് പറയുന്ന കുറെ ഭാഗമുണ്ട്. ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് എപ്പോഴേലും സമയമുണ്ടെങ്കിൽ ചരിത്രം അറിയാൻ വേണ്ടി അത് വായിക്കുന്ന നല്ലതാണ്. മക്കാബിയൻസ് കുറെ ചരിത്രമുണ്ട്. മക്കാബിയൻസ് 1 ഉണ്ട്, മക്കാബിയൻസ് 2. അപ്പോൾ മക്കാബി എന്ന് പറയുന്ന ഈ മകൻ ഇതിനെതിരെ ശക്തമായി പോരാടി റോമൻ ആധിപത്യത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ആളുകളെ കൊന്നുമിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹൂദന്മാർ യെരുശലേമിൽ ഈ മക്കാബിയുടെ മത്യാസിന്റെ മകനായ മക്കാബിയുടെ നേതൃത്വത്തിൽ ഈ പടയാളികളോട് എതിർത്ത് നിന്നു, പോരാടി അവരെ ജയിച്ചു. അങ്ങനെ ജയിച്ചതിന് ശേഷം അവർ ഈ ദേവാലയത്തിൽ ജുപ്പിറ്ററിന്റെ ബിംബമല്ലേ എടുത്തു കളഞ്ഞിട്ട് ഹോമയാഗം കഴിക്കാനായി മടക്കിക്കൊണ്ടുവന്നു. ഇവിടെ ദൂതനോട് ചോദിക്കുന്നു, ഇതെപ്പോഴാണ് ഇത് തിരികെ നിരന്തര ഹോമയാഗം പുനഃസ്ഥാപിക്കുന്നത്, എപ്പോഴാണെന്ന് ചോദിച്ചു. ചരിത്രത്തിൽ ഈ മക്കാബിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇങ്ങനെ എതിർത്ത് നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ അവർ ദേവാലയത്തിൽ വന്ന് വിളക്ക് കത്തിച്ചപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ, ഈ മക്കാബി നോക്കിയപ്പോൾ 1 ദിവസം കത്താനുള്ള എണ്ണ മാത്രമേ ഉള്ളൂ. അദ്ദേഹം വിളക്ക് കത്തിച്ചു. പക്ഷേ ഒരത്ഭുതം അവിടെ സംഭവിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. ചരിത്രത്തിലുള്ളത് ആ വിശ്വാസമല്ല. 8 ദിവസം നിരന്തരമായിട്ട് ആ വിളക്ക് കത്തിക്കൊണ്ട് നിന്നുവെന്ന്. അതൊരു അത്ഭുതമായി ആളുകൾ. അപ്പോൾ ആ ദേവാലയത്തിലെ വിളക്ക് 8 ദിവസം നിരന്തരമായി കത്തിക്കൊണ്ട്, അങ്ങനെയാണ് അവർക്ക് ഒരു 8 ദിവസത്തെ പെരുന്നാളുകൾ പിന്നീട് ഉണ്ടാകാൻ ഇടയായി തീർന്നത് യഹൂദന്മാർ. അപ്പോൾ അതൊക്കെ ചരിത്രങ്ങളാണ്. എന്നാൽ നമ്മൾ ഇതിനുള്ള ബന്ധത്തിൽ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വന്നത്, ഈ സംഭവം ആളുകൾ തെറ്റിദ്ധരിച്ചു അന്തിക്രിസ്തുവാണ് ഈ ആന്റിയോക്കസ് എപ്പിഫാനസ് എന്നും അദ്ദേഹം ഈ സ്ഥാപിച്ച ജുപ്പിറ്ററിന്റെ വിഗ്രഹമാണ് വിശുദ്ധ സ്ഥലത്തെ മ്ലേച്ഛതയായി ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നതെന്നും തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് അത് കണക്ക് കൂട്ടിയിട്ട് ഒരു മനുഷ്യൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ ഒരുപക്ഷെ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ആമേൻ, ഈ വില്യം മില്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. വില്യം മില്ലർ ചെയ്ത ഒരു കാര്യം, 1844 ഒക്ടോബർ മാസം 22-ാം തീയതി കർത്താവ് വരും എന്നുള്ള ഒരു തിയോളജി ഉണ്ടാക്കി. കോരസ്, നമ്മൾ 70-ാം ആഴ്ചവട്ടം അടുത്ത അധ്യായങ്ങൾ പഠിക്കും. കോരസ് കൽപ്പന പുറപ്പെടുവിച്ച, അതായത് അവർക്ക് മടങ്ങിപ്പോയി ദേവാലയം പണിയാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ച നാൾ മുതൽ അദ്ദേഹം കണക്ക് കൂട്ടി 2300 സന്ധ്യയും ഉഷസ്. അതിങ്ങോട്ട് കണക്കൂട്ടി വരുമ്പോൾ അതിനെല്ലാം വർഷമാക്കി അദ്ദേഹം എടുത്തു. അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തിലെ ദേവാലയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേവാലയം ഈ ഭൂമിയിൽ കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ ദിവസം മുതൽ വർഷങ്ങളായിട്ട് കണക്കൂട്ടി വന്നപ്പോൾ 1844 ഒക്ടോബർ മാസത്തിൽ 22-ാം തീയതി കർത്താവ് വരുമെന്ന് ഒരു കണക്ക് കൊണ്ട് ദൈവമക്കൾ ഓർത്തുകൊള്ളണം. നല്ലതുപോലെ വചനം ഒക്കെ അറിയാവുന്ന ആളുകളെയാണ് പിശാച് പലപ്പോഴും തെറ്റിച്ച് കളയും. ഈ ലോകത്തിൽ യഹോവ സാക്ഷിക്കാരുണ്ടാകാനെന്നാണ് കാരണം. അദ്ദേഹം ഒരു നല്ല നിർദ്ദേശ സഭയുടെ പാസ്റ്ററായിരുന്ന, നല്ലതുപോലെ വചനം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പിശാച് പിടിച്ച് തിരിച്ചു കളഞ്ഞു. യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അങ്ങനെയാണ് യഹോവ വിറ്റ്നസ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം ഉണ്ടായത്, ലോകത്തിലുണ്ടായത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, പിശാച് ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ പിടിച്ച് തിരിച്ചു കളയും. ഞാൻ ഇന്നാളില് എങ്ങനെയുണ്ടോ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ നാട്ടിലൊക്കെ ഈ മലഞ്ചരക്കുമായിട്ട് ഇപ്പോൾ പോഴിച്ചേരിന്നോ അല്ലെങ്കിൽ
അങ്ങോട്ട് തിരുവല്ല ഇന്നൊക്കെ ഉൾപ്രദേശങ്ങളിലൊക്കെ അങ്ങോട്ട് പോകുന്നത് മല്ലപ്പള്ളി ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പോകുന്ന അങ്ങ് ചങ്ങനാശ്ശേരി ചന്തയിലോട്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് കാളവണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ഈ കാളവണ്ടിയില് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കാളയെ സന്ധ്യയ്ക്ക് ഈ സാധനങ്ങളെല്ലാം കയറ്റി കാളയെ അങ്ങോട്ട് അടിച്ചു വിട്ടാൽ മതി. കാളയ്ക്ക് എല്ലാ ദിവസങ്ങളും പോകുന്നത് കൊണ്ട് നേരെ അങ്ങ് ചങ്ങനാശ്ശേരിക്ക് പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെ ആ അടുക്കാറാകുമ്പോൾ രാത്രി ആയതുകൊണ്ട് ഈ കാളക്കാരൻ അങ്ങ് ഉറങ്ങിപ്പോകും. അപ്പോൾ തലേ രാത്രിയിലൊക്കെ കുടിച്ച് വെളിവില്ലാതൊക്കെ കിടന്ന ആളുകൾ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള കാള വലിച്ചോണ്ട് പോകുന്ന കാളവണ്ടിക്കാരൻ ഇങ്ങനെ ഉറങ്ങുകയും ചില ജംഗ്ഷനൊക്കെ വരുമ്പോൾ അവരറിയാതെ കാളവണ്ടിക്കാരൻ ഉറങ്ങായതുകൊണ്ട് ഈ കാളയെ പിടിച്ച് തിരിച്ച് വന്ന വഴിക്കോട്ട് അപ്പോൾ കാള തിരിച്ചങ്ങ് നടന്ന് അപ്പോൾ കാളവണ്ടിക്കാരൻ ഉറക്കം ഉണരുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ മല്ലപ്പള്ളി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ചങ്ങനാശ്ശേരിയിൽ ചന്തയിൽ എത്തേണ്ടതാണ്, കാളക്കറിയാമല്ലോ എന്ന് വിചാരിച്ച് ഉറങ്ങിപ്പോയതാ. ഇതുപോലെ നമ്മുടെ ഈ സഭാ നേതാക്കന്മാര് പലരും ഉറങ്ങിപ്പോകുമ്പോൾ പിശാച് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ അറിവുള്ളവരെ ഹല്ലേലൂയ ആമേൻ എല്ലാവരും ഉറങ്ങിപ്പോകുമ്പോൾ പിശാച് വല്ലയും പിടിച്ച് തിരിച്ചുവിടും. അങ്ങനെയാണ് ദൈവവചനത്തിൽ പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഭൂതലത്തിലുള്ള സകലരെയും തെറ്റിച്ചു കളയുന്ന പഴയ പാപം പിശാച് വന്ന് പറഞ്ഞിരിക്കുന്നു. മഹാസർപ്പം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇതാ ഇങ്ങനെ 1844 ഒക്ടോബർ മാസം 22-ാം തീയതി കർത്താവ് വരുമെന്ന് പറഞ്ഞത് കൊണ്ട് ആളുകളെല്ലാം ഒരു സ്ഥലവും വീടും എല്ലാം വിറ്റ് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. ആ ലോകത്തിൽ നടന്ന സംഭവം എല്ലാ സ്ഥലങ്ങളിലും വ്യാപരിച്ചു. അങ്ങനെ നിരാശര അന്നത്തെ ദിവസം ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും അന്നൊന്നും കർത്താവ് വന്നില്ല. കർത്താവ് വരാഞ്ഞപ്പോ എല്ലാവർക്കും നിരാശയായി. കുറെ ആളുകൾ നിരീശ്വരവാദികളായിട്ട്, കുറെ ആളുകൾ കൂടുതൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളുകൾ കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ, എലൻ വൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ തിയോളജി തന്നെ പഠിപ്പിച്ചു. അവര് പറഞ്ഞു, ഈ 2300 സന്ധ്യയും ഉഷസ്സും എന്ന് പറയുന്നത് അത് സ്വർഗത്തിലെ ദേവാലയത്തിന്റെ കാര്യം ആണ് പറയുന്നത്. അതുകൊണ്ട് ഭൂമിയിലെ ഇതുമായിട്ട് കണക്ക് കൂട്ടണ്ട എന്ന് പറഞ്ഞ് അവരൊരു കണക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ഞാനത് വിശദീകരിച്ചു പോകുന്നില്ല. എന്നാൽ ഇങ്ങനെയാണ്, ആ എലൻ വൈറ്റ് ആണ് ലോകത്തിൽ ശാബത് എന്ന് പറയുന്ന 7th ഡേ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 7th ഡേ ശാബതുകാരെന്ന് പറയുന്ന ആ കൂട്ടർ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഈ വിധത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതിന്റെ സത്യം എന്താണ്? ഇത് അന്ത്യകാലത്തേക്കുള്ളതാണെന്ന് ആവർത്തിച്ച് ദൂതൻ പറയുന്നത് കൊണ്ട് യേശുക്രിസ്തുവിനെ മടങ്ങി വന്നതിന് ശേഷം അന്ത്യക്രിസ്തു ഈ ലോകത്തിൽ ഭരിക്കുന്ന കാലത്ത് നടക്കേണ്ട കാര്യം, അന്ത്യക്രിസ്തുവിന്റെ ഭരണം ആദ്യത്തെ 3.5 വർഷക്കാലം വളരെ ശാന്തമായ ഭരണമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അതിനുശേഷമുള്ള 3.5 വർഷക്കാലം, അതിന്റെ കണക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 1260 ദിവസം അല്ലേ? അപ്പോൾ 1260 ദിവസം എന്ന് പറയുന്നത് 3.5 വർഷക്കാലമാണ്. കാലങ്ങൾ കാലാർത്ഥം അല്ലെങ്കിൽ കാലാംശം എന്ന് പറഞ്ഞിരിക്കും. ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്ന് പറഞ്ഞിരിക്കുന്നു. ആ വിധത്തിൽ 2300 സന്ധ്യയും 2300 സന്ധ്യ ഉഷസ്സിൽ നിന്ന്, അഥവാ ആ ദിവസത്തിൽ നിന്ന് ഈ ദിവസം കുറയ്ക്കണം. പീഡ വരുന്ന ദിവസങ്ങൾ കുറയ്ക്കണം. കുറച്ച് നോക്കി എത്ര കിട്ടുമെന്ന് നോക്കാം. 2300 നിന്ന് 1260, 260, 1360 അല്ല, 260.
1040 കിട്ടും അല്ലേ? 1040. അപ്പോൾ 1040 ദിവസങ്ങൾ യേശുക്രിസ്തു മടങ്ങി വന്ന്, അതായത് അന്ത്യക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അന്ത്യത്തിലാണ് കർത്താവ് വരുന്നത്. അന്നാണ് ഹർമഗദ്ദോൻ യുദ്ധം നടക്കുന്നത്. ഹർമഗദ്ദോൻ യുദ്ധത്തോടുകൂടെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുകയാണ്. വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്നത് കർത്താവാണ്. അങ്ങനെ കർത്താവ് ഇവരെ തോൽപ്പിച്ചു കഴിയുമ്പോൾ കർത്താവിന്റെ 1000-ാം ആണ്ട് വായിച്ച് അങ്ങ് തുടരുകയാണ്. അങ്ങനെ തുടരുമ്പോൾ 1040 ദിവസങ്ങൾ, അതായത് 2 വർഷവും 10 മാസവും 20 ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദേവാലയം, യഹൂദന് ദേവാലയം പണിത് അതിനകത്ത് ഹോമയാഗം തുടർന്നു വരികയുള്ളൂ. വളരെ കൃത്യമായി ദൈവം. അപ്പോൾ അത് നടക്കാൻ പോകുന്നു. അന്ത്യക്രിസ്തുവിന്റെ അവസാനം അവൻ തീപ്പൊയ്കയിലോട്ട് തള്ളിയിടുകയാണ്. അവനെ ജീവനോടെ തീപ്പൊയ്കയിൽ തള്ളിയിടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ നരകത്തെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ആദ്യം നരകത്തിൽ പെയ്യാൻ പോകുന്ന ആള് അന്ത്യക്രിസ്തുവാണ്. അതിനെ തുടർന്ന് കള്ളപ്രവാചകൻ വീഴും. അതിനെ തുടർന്ന് അവന്റെ കൂടെ പോകാനുള്ളവരെല്ലാരും പറയും. ദൈവവചനത്തിൽ ഒറ്റ വാക്യങ്ങൾ പോലും ദൈവം മനുഷ്യന് വേണ്ടി നരകം ഒരുക്കി വെച്ചെന്ന് എഴുതിയിട്ടില്ല. പിന്നെയോ പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകം. 25-ാം അധ്യായം 44-ാം വാക്യമാണെന്ന് തോന്നുന്നത്. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഹല്ലേലൂയ, ഈ കാലഘട്ടങ്ങൾ അന്ത്യക്രിസ്തുവിന്റെ ഭരണം നടക്കുന്ന കാലഘട്ടങ്ങളുടെ ഒടുവിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ 8-ാം അധ്യായത്തിൽ ഇത്രയും വിഷയങ്ങളാണ്. 1300 സന്ധ്യ എന്നും ഉഷസ്തു എന്നും പറയുന്നു. മുമ്പേ ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു, യഹൂദന്മാരുടെ ഒരു ദിവസം തുടങ്ങുന്നത് സന്ധ്യയ്ക്കാണ്. അതുകൊണ്ടാണ് സന്ധ്യയും ഉഷസ്സും എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സന്ധ്യയും ഉഷസ്സും ആകുന്ന ആ ദിവസങ്ങൾ, അതിനെ വർഷങ്ങളാക്കേണ്ട കാര്യമൊന്നുമില്ല. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെല്ലാം വളരെ പ്ലെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ് എപ്പോഴും നല്ലത്. കൂടുതൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ചു പോയാൽ ദൈവവചനത്തിൽ കർത്താവ് പറഞ്ഞപ്പോഴും വളരെ, ഇപ്പോൾ ഭൂമികളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, കർത്താവ് ഒത്തിരി വലിയ കാര്യങ്ങൾ വളരെ സാധാരണക്കാരായ ആളുകളോട് സാധാരണ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരുവന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഒരു മനുഷ്യന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയൊക്കെയാണ്. ഒരുവൻ വിത്ത് വിതപ്പാനായിട്ട് പുറപ്പെട്ടു. ഇതെല്ലാമാണ് കർത്താവ് പറഞ്ഞത്. വളരെ സാധാരണയായി ആളുകൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനകത്ത് ആഴമേറിയ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. മത്തായി 13-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് 7 ഉപമകൾ ഒറ്റയടിക്ക് പറഞ്ഞു. 7 ഉപമകളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം സഭയെ കുറിച്ച് പറഞ്ഞു, ബൈബിളിൽ ഒളിച്ചു വെച്ച നിധിയെ കുറിച്ച് കർത്താവ്, വിതച്ച വിത്തിനെ കുറിച്ച് പറഞ്ഞു, കടലിലിട്ട വലയെ കുറിച്ച് പറഞ്ഞു, നിധി കണ്ടെത്തിയ വ്യാപാരിയോട്, അല്ലെങ്കിൽ വിലയേറിയ മുത്ത് കണ്ടെത്തിയ വ്യാപാരിയെ കുറിച്ച്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ എല്ലാ സഭയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് 7 കാലഘട്ടങ്ങളായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് ആഴമേറിയ അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും ഒത്തിരി കർത്താവ് വളരെ സിമ്പിളായിട്ടും പ്ലെയിനായിട്ടുമാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 2300 ദിവസം എന്ന് പറയുന്ന അങ്ങനെ തന്നെ നമ്മൾ അങ്ങ് പ്ലെയിനായിട്ട് എടുക്കുന്നതാണ്. 2300 വർഷമൊക്കെ ആയി കണക്ക് കൂട്ടി ആളുകൾ തെറ്റിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന്റെ മക്കളെ നമുക്ക് വിശ്വസിക്കാം, കർത്താവ് മേഘത്തിൽ വരും. അത് ഇന്ന് പോൽക്കാലം സംഭവിക്കാം. അതിനുശേഷം സഭയുടെ നെടുക്കപ്പെട്ടതിന് ശേഷം 7 വർഷക്കാലം അന്ത്യക്രിസ്തു ഇവിടെ ഭരിക്കും. 70-ാം ആഴ്ചവട്ടം. ഹല്ലേലൂയ. ഇനി ഒരാഴ്ചവട്ടം കൂടെ മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മുമ്പേ നമ്മൾ ചിന്തിച്ചതുപോലെ
ഒരു കൃപയുടെ കാലഘട്ടത്തിലാണ്, ഒരു ബ്രാക്കറ്റ് കാലയളവിലാണ് നമ്മൾ. തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യം ഇതുവരെയും വ്യാപരിച്ചതിനായി നമുക്ക് നന്ദി കരേറ്റാം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേൾക്കപ്പെട്ട ദൈവാരാധനയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.